പുതിയ ഫോണാണ്. ഞാൻ പറഞ്ഞിട്ട് കേറിയത് കേറി. കുറച്ച് ഡോളറൊക്കെ നമുക്ക് നമ്മളെ ഡോളറൊക്കെ ആക്കി തട്ട്. കുറച്ച് സബ്ബൊക്കെ മേടിച്ചിട്ട് ഞമ്മക്ക്. ഡോളർ കുറച്ച് ആവാനായിട്ട് സബ്ബൊക്കെ. വെറുതെ പറ്റുമോ? അല്ല മോണിയാവണ്ടേ? മോണയില്ല, മോണയുണ്ടല്ലോ, നീ മോണയില്ലേ? ഞാനല്ല പറഞ്ഞത്. ഇല്ല, ഞാൻ മോണിയായത് ജനുവരിയിൽ മോണിയായതാ. ഇനിയിപ്പോ ഡോളറൊക്കെ കിട്ടുമ്പോഴേ ഒരു പുതിയ ഫോണൊക്കെ വാങ്ങും. ഡോളർ ഇങ്ങനെ കിട്ടുമ്പോഴത്തേനും ഭയങ്കര ഡോളർ കിട്ടുന്ന ശരിക്കും 100 ഡോളറിന്റെ ക്യാഷ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60 നമുക്ക് 40 മൈറ്റി മാമൻ കൊണ്ടുപോകും, അറിയോ? ബാക്കി എന്തിട്ടുണ്ടാവും അതില് ഒന്ന് ആലോചിച്ച് നോക്ക്. ആകെ ഒരു 10 രൂപ 10,000 രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും പറയും. പറയണ കേട്ടാ എന്തോ വലിയ സംഭവമൊക്കെ കിട്ടണ മാതിരിയാണ്. നല്ല കണ്ടന്റൊക്കെ എടുത്തിട്ടേ ഇന്നൊക്കെ ശരിക്കും നമുക്ക് സംസാരിക്കാനൊക്കെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? നല്ല കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പൊളിക്കുന്ന. ഞാൻ ഇന്നലെ ഞാൻ ഒരു ലൈവ് കയറി. ഒരു പെണ്ണ് ഇരുന്ന് തെറി പറയുന്നു. ആ ലൈവില് വാച്ചിങ് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. 300-400 ആൾക്കാർ വാച്ചിങ്. ആ തെറി പറയണ ലൈവായോണ്ടാ. ഞാൻ ഞെട്ടിപ്പോയി. അതിലാണെങ്കിൽ ഈ നമ്മുടെ ഇതില് വരുന്ന എല്ലാരും ഉണ്ടെന്നാണോ. എന്നിട്ട് ഞാൻ കുറെ നേരം കേട്ടത് എനിക്കൊന്നും മനസ്സിലായില്ല. ഈ കൊച്ചിനെന്താ ഒരു നമുക്ക് ഒരു പരിധി ഇല്ലടാ ഒരു തെറി പറയണതിനൊക്കെ. താഴ്ന്ന അതിനനുസരിച്ച് താഴ്ന്നും തെറി പറയുന്നു. എനിക്ക് തോന്നുന്നു ഒരു ടീമായിട്ട് സെറ്റായിട്ട് ചെയ്യുന്നതാണോ? മോണിയായിട്ടില്ല അത്. തെറി പറയാൻ പോണത് മിണ്ടാണ്ടിരുന്നവിടെ. അത് നന്നായി. അത് വേറെ എന്തെങ്കിലും കാര്യമില്ല. അത് പെണ്ണുങ്ങളുടെ ലൈവ് ആകുമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യം കൂടുതലായിരിക്കും. അതായിരിക്കുള്ളൂ. എന്തെങ്കിലും വിഷയം ഉണ്ടാവും, അല്ലെങ്കിൽ കാര്യങ്ങൾ ഉണ്ടാവും. വെറുതെ അല്ല അങ്ങനെ വരുന്നത്. വൈഫൈ ഓട്ടോമാറ്റിക് കണക്റ്റാണ്. ഞാനും വിചാരിച്ചു ഇവിടെ എല്ലാ ബസ്സിലും വൈഫൈ ഉണ്ട്. ഓഫ് ആക്കിയിട്ടാൽ ഓട്ടോമാറ്റിക് കണക്ട് ആവും. അതെന്താണെന്ന് അറിയില്ല. എമ്മക്ക് വൈഫൈ ഒന്നും വേണ്ട. അതിങ്ങനെ കറയും കളി. വൈഫൈ ഒന്നും കൊള്ളത്തില്ല. ഇതാരാ വന്ന്? മണ്ണിന്റെ പേര് ഞാനന്ന് പറഞ്ഞതാണ് പേര്. ആരാ? നിങ്ങളെ ലൈവില് വരുന്ന ആൾക്കാരായിരിക്കും. എന്റെ ലൈവില് മുമ്പ് വരാറുണ്ട്, ഇപ്പൊ അങ്ങനെ വരാറില്ല. വണ്ണിന്റെ പേര് ഞാൻ പറഞ്ഞേ. അമ്മയുടെ ലൈവ്, ഗിരിജമ്മയുടെ ലൈവില് വന്നിരുന്നില്ലേ ഒരു പ്രാവശ്യം, ഓർമ്മയില്ലേ MC? എനിക്കറിയില്ല. നീയല്ലേ? ഞാനങ്ങനെ എനിക്കറിയില്ല. ഗിരിജമ്മയുടെ ലൈവിൽ പോവാറില്ലേ? ദീവാണ നിനക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നെ ശരിയാക്കി തരാടാ. നീ രാത്രി ഞാൻ ശരിയാക്കി തരാം. നീ മേലെ കയറി ഞാൻ താഴെ ഇരുന്ന് ഞാൻ നിന്നെ ശരിയാക്കി തരാടാ. അതിനാണോ? നീ ആണോ? ആണേ ഓക്കെ. ലൈക്ക് ഡൺ എന്ന് പറയുന്നത്. പിന്നെ പറ, വേറെ എന്താണ്ട് വിശേഷം? ഇതിലൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ പോട്ടെ. എനിക്കൊരു സുഖമില്ല. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ എന്നാലും ഇത് പറയാം. ഇങ്ങനെ കേറാൻ പറഞ്ഞിട്ട് പിന്നെ എനിക്കതൊരു വിഷമമാണ്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ പഠിക്കോ. സന്തോഷം. എടാ മച്ചാ, നീ ഇവിടെ ഉണ്ടോ? MC പോയോ? ദീവാണ പോയോ? സ്ഥലം ചോദിക്കും എന്നോട്. എവിടെ സ്ഥലം? ആരോ? ഞാനോ? ഞാൻ ഇപ്പൊ എവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദിയില് റിയാദില്. നാട്ടിൽ എവിടെ വെച്ചാൽ വയനാട്ടില്. റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സെന്റർ. പറ, പഠിക്കോ. ഒരു പാട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, സെറ്റ്. മിന്നലെ